പീടിക്ക് പറഞ്ഞേക്കാൻ നേരത്തെ ഇവനെ കാണൂല. കുഞ്ഞാപ്പോ എവിടെ പോയി? കുഞ്ഞാപ്പോ മനസ്സിനെ റിയാലാണ് ബേക്കണ്. റിയാലേ 1-2 ഉറുപ്പ്യല്ല. ഇജു അംശം അല്ലാതെ വേറെ ആരും അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. പൊന്നാര ചങ്ങായി എന്റെ പീടി പോയെന്നാ പഞ്ചാര ചായപ്പൊടി വെളിച്ചെണ്ണ. അതെ, പഞ്ചാര ചായപ്പൊടി വെളിച്ചെണ്ണ, ഒരു ലൈസും. ബാക്കി അവിടെ എഴുതാൻ പറയാം. ആയിക്കോട്ടെ. പൈസ എടുത്തിട്ടില്ല. പിന്നെ എടുക്ക് ഇത് പൈസ പോയത്. എന്നാ അംശ എടുത്തിട്ടുണ്ടാവും. പഠിച്ച തമ്പുരാൻ എന്റെ പേര് പറഞ്ഞാണ്ടുള്ള കച്ചറ. അംശേ ഒന്നുകൂടെ എന്നെ വിളിച്ചോ? മോള് വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അച്ഛൻ ഇന്ന് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം. അതൊക്കെ പോലെ പീടിന്ന് അറിയാത്ത ആരെങ്കിലും മുട്ടായി വാങ്ങി തന്നാ തിന്നരുതേ. അറിയാത്ത ഏതെങ്കിലും വണ്ടിക്കാര് വന്ന് നിർത്തിയിട്ട് അതിൽ കേറിക്കൊന്നു. എന്തേ അംശേ എന്റെ 1000 റിയാല് ബേക്കണോ? അതെവിടെ? ബോംബെയില് ഡോളറേറ്റ് അമ്മാനടി മടുത്തിക്കണ അംസക്കല്ലേ എന്റെ ഒരു കിയാല്. ഇജന്റെ പണി ചോക്കാങ്ങായി. ഈ പൈസ പറഞ്ഞാല് കേറരുത്. കേറരുത്. എന്നാ പോയി വാ തവളെ. പഞ്ചാര ചായപ്പൊടി വിളിച്ചെണ്ണ ആരടുത്ത തെളിയിച്ചാളെ വെച്ച് ഇന്റെ അടുത്തുണ്ട്. നടക്കി വാസ്താരടുത്തേക്ക്. ഉസ്താദേ ചങ്ങത്തിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ലാത്ത മനുഷ്യനെ. ഓനെ വിടല്ലേ, ഇത് തെളിയിച്ച് തന്നെ വേണം. നമ്മുടെ ഫാമിലി ജോൽസൻ തങ്കുവാശാനില്ലേ, അയാളെ ഞാൻ അങ്ങോട്ട് അയക്കാം. എന്താ പോരെ? പെട്ടെന്ന് തന്നെ വേണം. പഞ്ചാര ചായപ്പൊടി ഇവിടെ വാ. പഠിച്ചോനെ പെട്ടോ. ഇവിടെ വാ. ഈ ബാവസ്ഥാത് ശരിക്കും തെളിയിച്ചു. പിന്നെ അയാൾ അൽഫാമിൽ കറങ്ങണ കോയിക്ക് വരെ ചർഗപ്പിച്ചാളാ. ശത്രു നിസ്സാരക്കാരനല്ല, സംഗതി ഇന്ന തട്ടി കളിച്ചരുത്. അല്ല തട്ടിക്കൊണ്ടേ കൊടുക്ക്. എന്നാ പിടിക്കേ. നേരോ ആംസനി കൊണ്ടാണ് വരുന്നേ. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. എന്താ പന്ന് പ്രശ്നം? ഉസ്താദേ ഇന്റെ 1000 റിയാല് ബേക്കണു. അത് ഇവര് എന്താ അവിടെ കച്ചറ? ഞാനില്ല, എനിക്കിപ്പോ നേരമില്ല. എന്റെ പെച്ചിനോടൊക്കെ ചോദിച്ചാണെന്താ. പറ്റൂലെന്നോ? എടുത്തിട വണ്ടി അതിൽ ഒരാളെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തെളിയിച്ചു. അതൊക്കെ നിസ്സാര കേസല്ലേ. ഇരിക്കോടാ, ഇപ്പൊ ശരിയാക്കി തരാം. നിങ്ങൾ വില കൊടുത്തു വാങ്ങാതെ കൈവന്ന വസ്തുവിലാ കൂടോത്തം. അങ്ങനെ എന്തെങ്കിലും ഈ ഭവനത്തിലുണ്ടോ? വല്യമ്മാവൻ ഞങ്ങൾക്കൊരു കിണ്ടി തന്നിട്ടുണ്ട്. ആ കുഞ്ഞാപ്പനല്ലേ തട്ടിക്കൊണ്ടുണ്ട് കാണാ ചോരം തൂറാം. അടച്ചോനെ, പണ്ട് ബോംബെയില് കരീംലാലിനേറ്റ് മുട്ടിയപ്പോ ചോര പോയതാണ്. ചിലപ്പോ അതിലായിരിക്കും. അതാവില്ല. ചിലപ്പോ ചേട്ടൻ ആദിവാസികളുടെ കയ്യിൽ നിന്നും വാങ്ങിയ വല്ല വസ്തുവിലുമായിരിക്കും. കോയനോട് പറയണ കാര്യം. കോയേ അന്റെ ചെറുക്കെ തട്ടിക്കൊണ്ടേ വന്നിട്ട് ഇറങ്ങിക്ക. എന്താണ് പോവും നേരോ? ഈ 3 കോലും ഒരേ വലുപ്പാണ്. ഇത് 3 ഓരോന്ന് പിടിച്ചാണ്. അതൊന്നുമല്ലടാ, ചിലപ്പോ അപ്പുറത്തെ ജാനു തന്ന ചൂരിലായിരിക്കുവോ, അതോ തങ്കമണി എന്ന ഒലക്കയിലായിരിക്കുവോ? വിശ്വാസമില്ലെങ്കിൽ എന്റെ മെറ്റ് കടത്തങ്ങനെ ചീറുണ്ട്. അന്റെ ചെറുക്കെ തട്ടിക്കൊണ്ടേ ഒന്നാൾ തന്നാ കാണാം. ഓരോന്നറിഞ്ഞ് പൂജിപ്പിച്ചേണ്ടത്. സത്യാണ് പറഞ്ഞത്. ഒരു കറുത്ത കാറ് 2 ആൾക്കാർ വന്നിട്ട് അവനെ പിടിച്ചു വെച്ച് കയറ്റി നിന്റെ 10 മിനിറ്റ് കഴിഞ്ഞാല് ആരെടുത്താണോ പൈസ ഉള്ളത് ഓരെടുത്തുള്ള കോല് 1 ഇഞ്ച് നീളാണ് കൂടും. 10 മിനിറ്റ് ഇല്ലേ, ഞാൻ ഒന്ന് മൂത്ര വെച്ചിട്ട് വരാം. പരിഹസിക്കണ്ട നമ്പ്യാരെ. തങ്കുപ്പണിക്ക് തെളിയിച്ചു തരാം. ഇന്നേ വരെ ഞാൻ ഗണിച്ചു പറഞ്ഞിട്ടുള്ള ഒന്നും പഠിച്ചിട്ടില്ല. കണ്ണോട് ഞാൻ കണ്ടതല്ലേ. നേരോ? പഠിച്ചോനെ, ആരാണത്? ഒറ്റ മിനിറ്റ്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ്. പറയ്. എന്നാ പിന്നെ എല്ലാവരും 10 മിനിറ്റ് വരി. A few moments later. 10 മിനിറ്റ് അപ്പൊ കഴിഞ്ഞു. എവിടെ നിങ്ങള്? വരി. കോയൊക്കെ കുഞ്ഞപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. അവന് നമ്മൾ പ്ലേസ്മെന്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അച്ഛൻ ജോലി. എല്ലാരും വരി. എല്ലാരും കോലും കെട്ടണി. തരി. കടല് കടന്നു വന്ന വസ്തുവിലാണ് കൂടോത്തം. 6 മാസത്തിന് മുമ്പ് സിംഗപ്പൂരിൽ നിന്ന് കടല് കടന്നു വന്നത് ഞാനാ. ഇനി ഞാനോ മറ്റോ ആണോ കൂടോത്രം? ശരിയാക്കണം കേട്ടോ, ഞാൻ പോരാ. വരണമെന്നില്ല, അവിടെ തന്നെ നിന്നോ. തട്ടിക്കൊണ്ടിട്ട് ബേജാറില്ലാത്തൊരു തന്തേ. ഓക്കെ. കണ്ടില്ല സ്ഥലേ ഓലെ 2 ആളെ കോല് നീളം കൊടുത്തല്ല. ഈ അപ്പളെ അറിയത് അംശന്ന്. കള്ള ബലാലെ. ആ റിയാല് ചെലവാക്കിയോ അനത്തിട്ടോ?
സിംഗപ്പൂരിൽ നിന്ന് വില കൊടുക്കാതെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? ഈശ്വരനെ വിചാരിച്ച ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ ചെറുക്കനെ കോഴിക്കോടല്ലേ ലെറ്റിൻ എന്ന് പറഞ്ഞ അക്കാദമിയിലാണ് പഠിച്ചിറങ്ങിയത്. അപ്പൊ അതിനുശേഷം ജോലിക്ക് നല്ല ഡിമാൻഡാ. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കലില്ല, ഒന്ന് ഡിമാൻഡ് പിടിപ്പിച്ചാണ്. അപ്പൊ അതിന്റെ എല്ലാം ഞാൻ പറഞ്ഞുതരാം ഉസ്താദെ. Flashback. ഇതിപ്പോ 10 മിനിറ്റ് കഴിഞ്ഞാൽ 1 ഇഞ്ച് നീളം കൂടുതൽ. കോലിന്റെ പത്തണെങ്കിൽ 1 ഇഞ്ച് മുറിച്ചണം. ഈശ്വരനെ വിചാരിക്കാണ് ഞാൻ ആലോചിച്ച് നോക്കട്ടെ. കിടന്ന് ബഹളം വെക്കാതെ. സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ എന്താണ് ആൾക്കാർ കൊണ്ടുപോയതാണ് ഓന് ജോലിയാക്കി കൊടുക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഓന് ജോലി ആയിന്ന്. അങ്ങനെയാണെങ്കിലേ എന്റെ അനിയനെ അവിടെ കൊണ്ട് ചേർക്കണം. അത് എവിടെ എന്ന് പറഞ്ഞാണ് എനിക്ക് പറഞ്ഞു തരാം, എനിക്ക് ഞാൻ കാണിച്ചു തരാം. വാ ഇപ്പൊ പാകെക്കരം. എന്നിട്ട് അംസ എടുത്തേക്കണ്ടോ? എന്തിനാ കുറുക്കാ പൈസ എടുത്ത്? ഹംസാക്ക, ഞാൻ നാളെ സൗദി അറേബ്യക്ക് പോവാണല്ലോ. ആ ഉണ്ട്, നമ്മുടെ ഷോക്കേസിലിരിക്കുന്ന ജൂനിയർ മാൻഡ്രക്കിന്റെ പ്രതിമ. കൊണ്ടുവരൂ, കാണട്ടെ. ഞാൻ ഓനെ തട്ടിക്കൊണ്ടേക്കൂന്ന് പറഞ്ഞപ്പോളേ ഞാൻ വെറുതെ പൂതി വെച്ചു. വാ, ഇതാണ് ഞാൻ പറഞ്ഞ ലെറ്റിൻ എന്ന് പറഞ്ഞ അക്കാദമി. എന്റെ അന്തരം കഴിച്ചിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് ചേർത്തോണ്ടു. കേരളത്തിൽ 26-ാം തീയതി മുതൽ 29-ാം തീയതി വരെ സൗദി അറേബ്യയിലുള്ള എല്ലാ അൽവഫിലും പുടുത്തമുട്ട് ഓഫറിലെ ഓല് സാധനം കൊടുക്കുക. ഓരോ ഓഫർ നിങ്ങൾക്ക് അറിയായിട്ടാണ്. റിയാൽ എവിടെ കണ്ടാലും മതി. പൈസ എടുക്കണ പൈസ എനിക്കൊന്ന് മതി. ഞാൻ ബോംബെയിലൊക്കെ എങ്ങനെ കമ്മീഷൻ പറ്റില്ല. അതാ എനിക്ക് അൽവഫിക്ക് പോകാനൊന്നുമില്ലല്ലോ. നിങ്ങൾ മാറിക്കോർന്നേ. ചങ്കള സൂക്ഷിച്ച്